1,10,00,000 രൂപ തൊഴിലുറപ്പുകാരുടെ ഫണ്ടിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് ഒരു CPM നേതാവൻ, അതുപോലെ തന്നെ അധ്യാപകനുമാണ്. ഇത്രയും അധികം പണം ഇദ്ദേഹം എങ്ങനെയാണ് അടിച്ചു മാറ്റിയത്? അല്ല, അതിനകത്തൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം CPM-ൻ്റെ വലിയ നേതാവാണ്. അവരുടെ ഗവൺമെൻറ് കോളേജ് അധ്യാപക സംഘടനയുടെ നേതാവായിരുന്നു. ദീർഘകാലം കിലയുടെ ഡയറക്ടറായിരുന്നു. മഹാരാജാസ് കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാനായിരുന്നു. അങ്ങനെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ രമാകാന്തൻ എന്നാണ്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ ചെലവ് ഇനങ്ങളെക്കുറിച്ച് അക്കൗണ്ടൻറ്റ് ജനറൽ നടത്തിയ ഓഡിറ്റിങ്ങിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അതിലെ ക്രമക്കേട് വ്യാപകമാണ്. ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം 1.5 ലക്ഷം രൂപ വെച്ച് പ്രതിമാസം അവിടുന്ന് ശമ്പളം കൈപ്പറ്റിയിരുന്നു. തൊഴിലുറപ്പുകാർക്ക് ആകെ കിട്ടുന്നത് 300 രൂപ തൊട്ടാണ്. 300 രൂപ 350 രൂപയാണ് തൊഴിലുറപ്പുകാർക്ക് കിട്ടുന്നത്. ഇവരുടെ കാര്യങ്ങളെല്ലാം ഇത് പരിപാലിക്കാൻ ചെയ്യുന്ന പരിപാലകന് കിട്ടിയിരുന്നത് 1.5 ലക്ഷം രൂപയാണ് മാസം. ഈ 1.5 ലക്ഷം രൂപ എന്ന് വെച്ചാൽ ആദ്യം 60,000 രൂപയായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ അത് 1 ലക്ഷമാക്കി. പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ അത് 1.5 ലക്ഷമാക്കി. അങ്ങനെ അത് മുഴുവൻ പുള്ളി അടിച്ചു മാറ്റി എന്നാണ് ഈ ഓഡിറ്റിൽ പറയുന്നത്. നമുക്കത് അറിയില്ല. ഓഡിറ്റാണ്. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യാപകമായ ക്രമക്കേടിന് അടിച്ചു മാറ്റിയ തുക ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരിൽ നിന്ന് പിടിക്കണം. ഇതിലെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുൻകൂട്ടിയുള്ള അനുവാദമില്ലാതെ ഇതിൽ നിന്ന് തുകയെടുക്കാൻ ഇദ്ദേഹത്തിന് അധികാരമില്ല. ശമ്പളമായിട്ട് കൈപ്പറ്റണമെന്നുണ്ടെങ്കിൽ ശമ്പളം ആരെങ്കിലും തന്നുമല്ലോ. സ്വന്തം നിലയ്ക്ക് ശമ്പളം എഴുതിയെടുക്കാൻ പറ്റില്ലല്ലോ. നിയമസഭാ സാമാജികർക്ക് പോലും സ്വന്തം നിലയ്ക്ക് ശമ്പളം എഴുതിയെടുക്കാൻ പറ്റില്ല. അത് പാസ്സാക്കി എല്ലാം ശരിയാക്കിയിട്ട് സ്പീക്കറുടെ ഓഫീസിൽ പോയിട്ട് സ്പീക്കറാണ് ഇവരുടെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ എൻ്റെ ശമ്പളം ഞാൻ ഇന്ന് തുടങ്ങി 5 ലക്ഷം ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. പക്ഷെ ഇയാൾ അങ്ങനെ ചെയ്തു. ഇയാൾ 60,000-ൽ കയറിയത് തന്നെ തെറ്റ്. കാരണം അത്രയും പണം ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് കിട്ടുന്ന അത്രയും പണം ഇതിനു വേണ്ടി ചിലവഴിക്കാൻ പറ്റില്ല. കാരണം അതൊരു പാവപ്പെട്ടവർക്ക് വേണ്ടി പാവങ്ങളുടെ പണമാണല്ലോ ഈ തട്ടിയെടുത്തെന്ന് പറയുന്നത്. അല്ലാണ്ട് വേറെ ആരുടെ അല്ലല്ലോ. അത് അവർക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടതാണ്. കൂടുതൽ പണമുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കാവുന്നതാണ്. അതിന് പകരം ഇദ്ദേഹം ചെന്നിട്ട് ആദ്യം തന്നെ ഒരു 60,000 എഴുതിയെടുത്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് 1 ലക്ഷമാക്കി, പിന്നെ അത് 1.5 ലക്ഷമാക്കി. അത് അദ്ദേഹം തന്നെ തീരുമാനിച്ചിട്ട് എഴുതിയെടുക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ അപകടം വരുന്നത്. ഇദ്ദേഹത്തിന് 1.5 ലക്ഷം കൊടുക്കാമെന്നുള്ള കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബന്ധപ്പെട്ട വകുപ്പ് തീരുമാനിച്ചിരുന്നെങ്കിൽ ശരിയാണ്, പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ ബന്ധപ്പെട്ട വകുപ്പ് ഒന്നും അറിഞ്ഞിട്ടില്ല. ഇദ്ദേഹം തന്നെ ഇത് ചോർത്തിയെടുക്കുകയായിരുന്നു. ശരിക്കും തന്നെ എഴുതിയെടുത്തു, അനുവാദം ഇല്ലാതെ എഴുതിയെടുത്ത്. ഇങ്ങനൊരു ഏജിയുടെ റിപ്പോർട്ട് വന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ റിപ്പോർട്ട് മുക്കി. ആര്? സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ്. പക്ഷേ കേന്ദ്ര വിവരാവകാശം വഴി ഇത് ചോദിച്ച കാരണമാണ് ഇത് കിട്ടിയത്. കാരണം ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് ആയതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ വിവരങ്ങൾ കിട്ടിയിരിക്കുന്നത്. അതിലൂടെയാണ് ഈ സാധനങ്ങളൊക്കെ പുറത്തു വന്നത്. അല്ലെങ്കിൽ ഈ സാധനങ്ങളൊന്നും വരില്ലായിരുന്നു, ഒരു കാരണവശാലും വരില്ലായിരുന്നു. ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതിൻ്റെ ഓഡിറ്റിങ്ങിൽ ഗുരുതരമായ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഇടതുപക്ഷ ഭരണത്തിൻ്റെ കാലത്ത് ഇടതുപക്ഷ സർക്കാരുമായി ബന്ധപ്പെട്ട് നിന്നവരെ ഓരോരുത്തർ ഓരോ പ്രോജക്റ്റിൽ കയറിയിട്ട് അതിൽ നിന്ന് കൊള്ളയടിച്ച് മാറ്റിയിരുന്നു. അവരുടെ ദുരിതം ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹം ഇതിന് പോകുന്നത്, ഇദ്ദേഹം റിട്ടയർ ചെയ്ത് പെൻഷൻ മേടിച്ചുകൊണ്ടാണ്. അങ്ങനെ പെൻഷൻ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്ക് എന്ത് കൊടുത്താലും അത്രയും തുക പെൻഷനിൽ കുറച്ചിട്ടേ വാങ്ങിക്കാൻ പാടുള്ളൂ. ഇത് പെൻഷൻ കൂടാതെ ഓണറോറിയമായിട്ടാണ് ഈ പൈസ വാങ്ങിച്ചത്.
ഓണറേറിയം ആയതുകൊണ്ട് പെൻഷനായിട്ട് ഇത് പെൻഷന് ബാധകമല്ല, ശമ്പളം ഉണ്ടെങ്കിലേ ബാധകം ആക്കുള്ളൂ. അപ്പോൾ അവിടെയും ഇത് പുള്ളിയെ അവിടെയും വേല വയ്ക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇനി ആരും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബുദ്ധി ഇല്ലാന്ന് പറയരുത്. ഇല്ല, നല്ല ബുദ്ധി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വാർഡുകളിലെ ഹാജർ പുസ്തകങ്ങൾ മുഴുവൻ ടാമ്പർ ചെയ്തിരുന്നു, തിരുത്തിയതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഇപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് ഒരു 100 തൊഴിൽ ദിനങ്ങൾ എടുത്തെന്ന് വെക്കുക, ഞാനത് തിരുത്തി 150 ആക്കിയാണ്. അപ്പോൾ 50 തൊഴിൽ ദിനങ്ങൾ ഞാൻ എടുക്കും അതിൽ നിന്ന്. അത് സംഘം ചേർന്ന് മോഷ്ടിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. കാരണം അവിടെ വന്നിട്ടുള്ള ഓരോരുത്തരുടെയും ഹാജർ ബുക്കുകളിൽ ഇവരുടെ വ്യാജ ഒപ്പിട്ട് രേഖപ്പെടുത്തിയിട്ട് 100 ദിവസം വന്നവരെ 150 ദിവസമാക്കി മാറ്റിയിട്ട് ബാക്കി വരുന്ന 50 ദിവസം വെച്ച് ഇവരെടുക്കുകയായിരുന്നു ചെയ്ത്. അപ്പോൾ അതുമൊക്കെ ഞാൻ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെ ഏത് ഈ തൊഴിലുറപ്പിൽ ഇപ്പോൾ പഴയതുപോലെ അല്ല. ഇപ്പോഴല്ലേ, അന്നില്ലല്ലോ. ഇപ്പം ശരിയാണ്, അന്നങ്ങനെ ഇല്ലല്ലോ. ഇപ്പോഴും നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഫോട്ടോ ഒക്കെ എടുക്കലും ബാക്കി. അന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ നല്ല ദിവസങ്ങളിലാണ് ഇദ്ദേഹം അവിടെ ചെന്ന് വിട്ടത്. പക്ഷെ ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യന് ഉളുപ്പില്ലായ്ക കൂടിയുണ്ട്. കാരണം ഏറ്റവും ദരിദ്രരായിട്ടുള്ള മനുഷ്യരുടെ പണം തട്ടിമാറ്റാൻ തീരുമാനിക്കുന്നവൻ്റെ മനസ്സ് എത്ര ചെറുതായിരിക്കണം, എത്ര വികലമായിരിക്കണം. അത് ഒരു സർക്കാർ കോളേജ് അധ്യാപകനാണ് എന്ന് അറിയുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നും. അദ്ദേഹം പാർട്ടിക്കാരനാണ്. അപ്പോൾ പാർട്ടി കൊടുക്കുന്ന പദവി എന്ന നിലക്കാണ് അദ്ദേഹത്തിന് ഓരോന്ന് കിട്ടിയിട്ടുള്ളത്, അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ വേറെ ഒരു ഇതുമില്ല. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ വലിയ നേതാവായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ എന്തോ സെക്രട്ടറി അങ്ങനെയൊക്കെ ആയിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഇതെന്ന നിലക്കാണ് കിലയിൽ ചെന്ന് വിട്ടത്. ഈ കില ഇതുപോലെ തന്നെ ഒരു സ്ഥാപനമായിരുന്നു. ഇപ്പോഴാണ് അത് മാറി മാറി വരുന്നത്. ഇപ്പോൾ കിലയുടെ മുമ്പ് ഈ കിലയിൽ ആരെ ഇതിൻ്റെ ചെയർമാനോ ഡയറക്ടറോ ഒക്കെ ആക്കി വെക്കാമായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ സിവിൽ സർവൻ്റ് ആയിരിക്കണമെന്ന് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് സിവിൽ സർവൻസേ ഇനി അവിടെ ഡയറക്ടറായിട്ടൊക്കെ വരുള്ളൂ, കിലയുടെ ഡയറക്ടറായിട്ടൊക്കെ വരുള്ളൂ. മുമ്പ് അങ്ങനെയല്ല. അങ്ങനെ കിലയിൽ പോയി ഇങ്ങനെ ഇത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും സർക്കാരിൻ്റെ ശമ്പളം കൈപ്പറ്റുന്ന ജോലി സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽപ്പെട്ടതാണിത്. ഇതിങ്ങനെ ഓരോ സ്ഥലത്തും പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ട് അവിടെ നിന്നൊക്കെ പൈസ അടിച്ച് മാറ്റുന്ന ഒരു പരിപാടി. അപ്പോൾ ഇതിൽ വേണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും ഇതുപോലുള്ള നേതാക്കളുമായിരുന്നു ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. അവർ ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് എത്ര രൂപ ഇതിനകം വ്യാപകമായി അടിച്ചു മാറ്റി എന്നതിനെക്കുറിച്ച് കർശനമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇത് ഓഡിറ്റിങ്ങിൽ കണ്ടെത്തിയേക്കണതാണ്. ആ ഓഡിറ്റിങ്ങിൽ കണ്ടെത്തിയിരിക്കുന്ന വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു അന്വേഷണം ഇതിന് അനിവാര്യമാണ്. കാരണം ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ തുക മാത്രമല്ല, ആരുടെ പണമാണ് എന്നതും വലിയ പ്രശ്നമാണ്. ആരുടെയൊക്കെ പേരിലാണ് ഈ കള്ളൊപ്പിട്ടെടുത്തിരിക്കുന്നത് എന്ന കാര്യം അറിയണം. ആരാണ് അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്? അവരെ കയ്യാമം വെച്ച് ശിക്ഷിക്കുക തന്നെ വേണം. കാരണം അതിദരിദ്രൻ്റെ പിച്ചപാത്രത്തിൽ കൈയിട്ട് വാരാൻ സഖാക്കളെ പാർട്ടി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ കാര്യത്തിലും ജനങ്ങളൊരു തീരുമാനത്തിലെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഞങ്ങൾക്ക്, അതായത് ഇന്ത്യ ലൈവിനും C4Nനും ഒക്കെ നൽകുന്ന പിന്തുണയ്ക്ക് വളരെയധികം നന്ദി. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ വളർച്ചയ്ക്ക് എപ്പോഴും സഹായകമാകുന്നത്. നിങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾക്ക് ശരിയായ വാർത്തകൾ ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അതുമാത്രവുമല്ല, കമൻറ്റായി രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വാർത്തകൾ പങ്കിടാനുണ്ടാവും. അവയൊക്കെ കുറിച്ചും ഈ കമൻറ്റുകളിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇന്ത്യ ലൈവ് ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ C4Nനും സബ്സ്ക്രൈബ് ചെയ്യുക.
ഇന്ത്യ ലൈവിനോടും C4Nനോടും ഒപ്പം യാത്ര ചെയ്യുക. വ്യത്യസ്തമായ മറ്റാരും പറയാത്ത വാർത്തകൾ ഈ ചാനലുകളിലൂടെ, ഇന്ത്യ ലൈവിലൂടെ, C4Nലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റേ ട്യൂൺഡ്. ഇന്ത്യ ലൈവ്, C4N പിന്തുണയ്ക്കുക, സഹായിക്കും.